എൻ്റെ പേര് KP സുരേഷ് കുട്ടനാട്. JSS പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് CP അജയകുമാർ കോഴിക്കോടാണ്. അദ്ദേഹം JSSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. UK കൃഷ്ണൻ ആലപ്പുഴ, അദ്ദേഹം JSS പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ബിജുമോൻ എറണാകുളമാണ്, പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം സംസ്ഥാന TTK തോമസ് കോട്ടയം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പറയുന്ന അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ബിനു കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി. ശ്രീമുള്ളവരെ, ഞങ്ങളുടെ വന്നത് NDA ചെയർമാനെ കാണുവാനായിട്ടാണ്, ചന്ദ്രശേഖർജിയെ കാണാൻ. അഡ്വക്കേറ്റ് സംസ്ഥാന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് അവളെ ഞങ്ങൾ കണ്ടു. അതുപോലെ NDA ചാർജുള്ള AN രാധാകൃഷ്ണൻ അവളെ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചു. ഞങ്ങൾ NDAയുടെ ഘടകകക്ഷിയാണ് JSS. ഇപ്പം നിലവിൽ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ കൺവെൻഷൻ കൂടി. സഖാവ് AV താമരാക്ഷനെ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട്, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തൽസ്ഥാനത്തു നിന്ന് മാറ്റി പകരം അഡ്വക്കേറ്റ് CP അജയകുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയുണ്ടായി. NDAയുടെ 140 മണ്ഡലങ്ങളിലും NDA നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ JSS പാർട്ടി നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പറയുവാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോ മറ്റോ നിങ്ങൾക്ക് സീറ്റ് ചോദിച്ചിട്ടുണ്ടോ? സീറ്റ് ചോദിച്ചിട്ടുണ്ടോ? സീറ്റ് ഞങ്ങൾക്ക് നേരത്തെ ഒരു 10 സീറ്റിന് ചോദിച്ചിട്ടുണ്ട്. 5 സീറ്റോളം തരാനുള്ള 10 സീറ്റോളം ചോദിച്ചിട്ടുണ്ട്. അത് NDA യോഗം കൂടി എത്രയും ഞങ്ങളെ അറിയിച്ചിട്ടില്ല, അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ആയിരുന്നു JSS പാർട്ടി എന്നുള്ള അതല്ല, താമരാക്ഷൻ NDAയുടെ ഭാഗമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയിൽ, JSS പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനകത്ത് അംഗമായി, JSSന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. തുടർന്ന് ഇങ്ങോട്ട് 1/3/2026 അദ്ദേഹത്തെ പാർട്ടി മീറ്റിങ്ങിലൂടെ അദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഞങ്ങളാണ് ഭൂരിപക്ഷം തീരുമാനമനുസരിച്ചാണ് തീരുമാനമാണ്. അഡ്വക്കേറ്റ് രാജംബാബുവിന്റെ നേതൃത്വത്തിൽ UDF-നോടൊപ്പം JSS ഒരു ഭാഗമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പൊ NDAയോടൊപ്പം നിൽക്കുന്ന JSS ഞങ്ങളുടെ ഇതിലാണ്. അതിന്റെ താമരാക്ഷൻ ഇപ്പോൾ എന്ന് വെച്ചാൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുവാനുള്ള നീക്കവുമായിട്ട് പോകുന്നു, പുതിയൊരു പാർട്ടി. അതുകൊണ്ടാണ് അടിയന്തരമായി നമ്മൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നീക്കുന്നത്. അതായത് 2026 ജനുവരി മാസം 10-ാം തീയതിയിൽ എറണാകുളം പാലാരിവട്ടത്ത് വെച്ച് ഹമ്മിന്റെ ഒരു മീറ്റ് ലയന സമ്മേളനമുണ്ട്. ഈ ലയന സമ്മേളനത്തിൽ ഞങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കാതെയാണ് അദ്ദേഹം ഉൾപ്പെടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇൻചാർജായ ബാലരാമപുരം സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് പ്രവർത്തകരെ കൊണ്ട് ഹമ്മിൽ കൊണ്ട് ലയന സമ്മേളനം നടത്തി. പിന്നെ അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിൽ പോയി. തിരിച്ച് 2026 ജനുവരി 24-ാം തീയതി അദ്ദേഹം തിരിച്ചു വന്നു.
26-ാം തീയതി ഞങ്ങളെയൊക്കെ അനുനയിപ്പിച്ചുകൊണ്ട് പുള്ളി ഹമ്മിൽ പോയി തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് ഞങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് വീണ്ടും പ്രവർത്തനം തുടങ്ങിയ സമയത്തും ഹമ്മിൽ നിന്ന് പോയ വിവരം പത്രസമ്മേളനം നടത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അപ്പം പിന്നീട് NDAയിൽ ഞങ്ങൾ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഊർജ്ജസ്വലമായിട്ട് പാർട്ടി അങ്ങോട്ട് വളർച്ചയിൽ വന്നു കണ്ടപ്പോൾ പുള്ളി NDAയിൽ വന്നു. NDAയിലെ സാഹചര്യങ്ങൾക്ക് എല്ലാം അനുകൂലമാണ്. ഞങ്ങളോടും ചോദിച്ചപ്പോൾ ഞങ്ങളും പറഞ്ഞ് NDAയിൽ ചെന്ന് ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അപ്പൊ NDAയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി ഹമ്മിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരു തർക്ക വിഷയം ഉണ്ടായി. അപ്പോൾ ഹമ്മിൽ പോയി ലയനം നടത്തിയവര് അവിടുത്തെ കാര്യങ്ങൾ യഥാവിധി കിട്ടാനിട്ടാണോ വേറെ എന്ത് സ്ഥാപനമാണോ അവരും കൂടി തിരിച്ചു വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ. ഇന്നലെ മറുനാടൻ മലയാളിയുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹമ്മില് JSS മുങ്ങി അതിവിദഗ്ധമായിട്ട് ബാലരാമപുരം സുരേന്ദ്രനും മറ്റും തലയൂരിയത്. ഈ ഊരിയ തലയുമായിട്ട് പുള്ളിയുടെ അടുത്ത് വരുമ്പോൾ 2025 ഓഗസ്റ്റ് മാസം ആണ് അദ്ദേഹം നമ്മുടെ പാർട്ടിയിൽ വീണ്ടും തിരിച്ചു വന്നത്. AV തമരാജ് ആ 8 മാസത്തിനടക്കം 3 പ്രാവശ്യമാണ് പാർട്ടിയിൽ നിന്ന് ചാടിയത്. വീണ്ടും മാലയായിട്ട് പുള്ളി ഭദ്രമാണെന്നൊക്കെ പറഞ്ഞത് ന്യൂസ് ചാനലിലെല്ലാം വന്നാണല്ലോ. അപ്പൊ ഇതാണ് ബേസ് ആയിട്ടുള്ള ഒരു സാഹചര്യം. പിന്നെ സംഘടനാകൃത പ്രവർത്തനങ്ങൾ നിരന്തരം പതിവാണ്. അതിനകത്തു നിന്നൊരു അനുനയം നമ്മള് 3-ാം തീയതി കൂടി എക്സിക്യൂട്ടീവ് കൂടി നിശ്ചയിച്ചതാണ്. അതിനകത്തും വഴങ്ങാതെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര പാർട്ടികൾ കവർ ചെയ്തിട്ടാണ് വന്നത്. JSS എന്ന് പറയുന്ന പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകളായിട്ട് ഒന്നുമില്ല. അധികാരങ്ങൾക്ക് വേണ്ടി ചാടി ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ നമുക്ക് അതിനകത്തും പറയാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് NDAയുടെ ആയിട്ട് ചേർന്ന് നിന്ന് നമ്മുടെ സംഘടനയിലെ പുതിയ തെരഞ്ഞെടുപ്പുണ്ടായി. പുതിയ അധ്യക്ഷനെ, പഴയ അധ്യക്ഷനല്ല പുതിയ അധ്യക്ഷനെ എടുത്തായിട്ട് നമ്മൾ അറിയിച്ചു. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ NDA ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കും. ആയത് അറിയിക്കുവാനാണ് നിലവിൽ NDAയുടെ അപേക്ഷയാണ്. താമരാശൻ വിഭാഗം, താമരാശൻ നമ്മുടെ പാർട്ടിയുടെ അധ്യക്ഷനാണ്. പാർട്ടിയുടെ അധ്യക്ഷനെ മാറ്റി പുതിയ അധ്യക്ഷനെ ഭൂരിപക്ഷ തീരുമാനം. ബാക്കി പറയേണ്ടതൊക്കെ NDA. ഇത് പറയാനാണ് ഞങ്ങൾ. അല്ല, അദ്ദേഹത്തെ നീക്കം ചെയ്തു എന്നുള്ളതും ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എന്നുള്ളതും ആണ്. 1/3/2026 85 അംഗ സഹാക്കൾ കൂടിയ പാർട്ടി സമ്മേളനത്തിൽ കൺവെൻഷനിൽ 30 അംഗ സംസ്ഥാന കമ്മിറ്റി, ആ സംസ്ഥാന കമ്മിറ്റി കൂടി 10 അംഗ സംസ്ഥാന സെന്ററിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരാണ് ഈ ഇരിക്കുന്ന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഞങ്ങൾ 10 പേര്. പറയാം. പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP അജയകുമാർ, ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് UK കൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ എരമല്ലൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുരേഷ് കുട്ടനാട്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബിജുമോൻ എറണാകുളം, സംസ്ഥാന സെക്രട്ടറിമാർ ഒന്ന് TGK തോമസ്, ഒന്ന് TGK തോമസ് കോട്ടയം, ഒന്ന് രാജീവ് ചന്ദ്രൻ കോട്ടയം, ഒന്ന് സബിൻ കുട്ടനാട്,